ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും കൊല്ലത്തേക്ക് ഈ ആശ്രാമം മൈതാനത്തേക്ക് ഒരുക്കിയ പ്രവിശാലമായ കലാ സാംസ്കാരിക ഭൂമിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ കലാ സാംസ്കാരിക കേരളത്തിൻ്റെ കണ്ണും കാതും കൊല്ലത്തേക്ക് തിരിച്ചുവെച്ച നിമിഷങ്ങളാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് അരങ്ങുണരാൻ ഇനി ബാക്കിയുള്ളത് മണിക്കൂറുകൾ മാത്രമാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. കലയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള 5 രാപ്പകലുകൾ കേരളത്തിൻ്റെ തലസ്ഥാനമായി കൊല്ലം മാറുകയാണ്. പ്രത്യേകിച്ച് ആശ്രാമം മൈതാനി മാറുകയാണ്. ആശ്രാമം മൈതാനത്ത് പ്രധാന വേദിയാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്. നാളെ ഈ വേദിയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ ആശ്രാമം മൈതാനിയിലാണ്. ഇവിടെയാണ് മെയിൻ വേദി ഒരുക്കിയിട്ടുള്ളത്. ഈ വേദിയിൽ നാളെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അതോടുകൂടി 26 വേദികൾ, അതായത് കൊല്ലത്തെ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലായി ചുറ്റളവിലായി ഒരുക്കിയ മനോഹരങ്ങളായ 26 വേദികളിലായി വിവിധങ്ങളായ മത്സര ഇനങ്ങൾ സദസ്സുകളിലേക്ക് വേദിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തെ സ്വീകരിക്കാൻ എല്ലാ അർത്ഥത്തിലും കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. എനിക്ക് പിറകിൽ വലിയ ആൾക്കൂട്ടം തടിച്ചു നിൽക്കുന്നത് കാണാം. മറ്റൊന്നിനുമല്ല, നിലവിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കൾ കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് സ്വർണ്ണക്കപ്പ് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. യാത്ര തുടങ്ങിയിട്ടിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞു. ഇത് അല്പസമയത്തിനകം സ്വർണ്ണക്കപ്പ് ഈ മെയിൻ വേദിയായ ആശ്രാമം മൈതാനിയിലേക്ക് എത്തുകയാണ്. ആളുകൾ വലിയ ആകാംക്ഷയോടുകൂടി സ്വർണ്ണക്കപ്പിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ്. അതിന് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. മുഹമ്മദ് ഷംസീർ സ്വർണ്ണക്കപ്പിൻ്റെ യാത്രയ്ക്കോടൊപ്പമുണ്ട്. ഒപ്പം മെയിൻ വേദിയിൽ നിന്ന് ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ ലിജോ റോളൻസിലേക്ക് പോവുകയാണ്. ലിജോ, 4ാമത്തെ തവണയാണ് കൊല്ലത്തെ കലോത്സവം ഒരിക്കൽ കൂടി വിരുന്നിനെത്തുന്നത്. കൊല്ലം സാംസ്കാരിക നിറവിൻ്റെ ഭൂമി കൂടിയാണ്. എല്ലാ മേഖലകളിലും, കലയുടെ എല്ലാ മേഖലകളിലും വലിയ സംഭാവനകൾ നൽകിയ മണ്ണും കൂടിയാണ്. അപ്പോൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം ഒരിക്കൽ കൂടി കൊല്ലത്തേക്ക് എത്തുമ്പോൾ എത്ര കണ്ട ആവേശത്തിലാണ് കൊല്ലമുള്ളത്? ഏതൊക്കെ അർത്ഥത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് കൊല്ലവും സാംസ്കാരിക കേരളവും ഒപ്പം ഗവൺമെൻറ്റുമൊക്കെ? സൈഫുദ്ദീൻ, ആദ്യത്തെ തവണയാണ് ആശ്രാമം മൈതാനിയിൽ കലോത്സവം വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കൊല്ലത്തേക്ക് 4ാം തവണ വരുമ്പോൾ ആശ്രാമം മൈതാനിയിലേക്ക് ആദ്യ തവണ വരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഒരു വലിയ 15 വർഷത്തിന് ശേഷം ഈ കൊല്ലത്തേക്ക് വരുന്നതിനെ വലിയൊരു ആഘോഷമാക്കി തീർക്കാനുള്ള സംവിധാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. സംഘാടക സമിതി അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ സമയത്ത് പോലും ഇവിടെ മന്ത്രിമാരെല്ലാം തന്നെ പ്രധാന വേദിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ പ്രവർത്തനങ്ങളെ ഏകോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ വേദി, അതായത് ONV സ്മൃതി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രധാന വേദിയിലാണ് നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യത്തെ ഇനമെന്ന് പറയുന്നത് ഹൈസ്കൂൾ ഭാഗം മോഹിനിയാട്ടമാണ്. അതോടുകൂടെ ആയിരിക്കും മറ്റെല്ലാ വേദികളിലും അതേസമയത്തിന് 11 മണിയോടുകൂടെ തന്നെ മത്സരങ്ങൾ ആരംഭിക്കും. നാളെ നടക്കുന്ന ഇനങ്ങളിൽ പ്രധാനമായിട്ടൊന്ന് ഹൈസ്കൂൾ ഭാഗം മോണോ ആക്ട് ഉണ്ട്. ഒരുപക്ഷെ വലിയ കാണികളെ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പുതുമയാർന്ന ഒത്തിരി ഒരു പരീക്ഷണങ്ങൾ സ്ഥിരമായി കാണാറുള്ള ഒരു വേദിയാണ് മോണോ ആക്ട് വേദി. ഇംഗ്ലീഷ് സ്കിറ്റ് ഉണ്ട്, സംഘനൃത്തമുണ്ട്. ഒരുപക്ഷെ വളരെ വൈകി പോകാറുള്ള ഒരു ഇനമാണ് ഈ സംഘനൃത്തം എന്ന് പറയുന്നത്. അത് ഈ പ്രധാന വേദിയിൽ തന്നെയാണ് നടക്കുന്നത്. അത്തരത്തിൽ ചാക്യാർ കൂത്തുണ്ട്. അത്തരത്തിലുള്ള നിരവധി മത്സരങ്ങളാണ് നാളെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഈ 24 വേദികൾ, 24 വേദിയിൽ കൊല്ലത്തിന്റെ സാംസ്കാരിക രംഗത്തെ പ്രശസ്തരായിട്ടുള്ള 24 പേരുടെ പേരിട്ട് നൽകിയിരിക്കുന്ന 24 വേദികൾ നാളെ 11 മണിയോടുകൂടെ ഈ വേദികളെല്ലാം ഉണരും. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് 5 ദിവസം ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. അതായത് ഒരുപക്ഷെ മത്സരങ്ങൾ നീണ്ടുപോയേക്കാം. കാണികളെല്ലാം തന്നെ 10,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഈ പ്രധാന വേദി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിറഞ്ഞു കവിയണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് സംഘാടക സമിതി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിരവധി വിദ്യാർത്ഥികൾ, സമീപ ജില്ലകളിലുള്ള നിരവധി വിദ്യാർത്ഥികൾ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് സമീപത്തെ സ്കൂളുകളിൽ, ഈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വിവിധ സ്കൂളുകളിലാണ് അവർക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഓരോ ദിവസവും ഭക്ഷണത്തിനാകട്ടെ 20,000-ത്തിലധികം പേരാണ്
പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്തേക്ക് വിരുന്നെത്തിയിരിക്കുന്ന ഈ കലാമേളയ്ക്ക്, അതായത് കൗമാര കലാമേളയ്ക്ക് വേണ്ടി പൂർണ്ണമായും സജ്ജമാണ്. നഗരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവിടെ കമാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറക്കിയിരിക്കുന്നു. അത്തരത്തിൽ ലിജോ സൂചിപ്പിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും കൊല്ലം തയ്യാറാണ്. ഇതിന് മുമ്പ് 2008 കൊല്ലം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത്. ദീർഘവർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി കലാമാമാങ്കം കൊല്ലത്തേക്ക് വിരുന്നിനെത്തുമ്പോൾ വലിയ ആകാംക്ഷയിലും പ്രതീക്ഷയിലുമാണ് കലാപ്രേമികളൊക്കെ ഉള്ളത്, പ്രത്യേകിച്ചും കൊല്ലമുള്ളത്. ശരി, ഞാനിപ്പോൾ ഈ ആശ്രാമ മൈതാനത്താണുള്ളത്. ആശ്രാമ മൈതാനത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതയും ഒക്കെ നേരത്തെ ലിജോയും പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മണ്ണും കൂടിയാണ്. ഇന്ദിരാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തി പ്രസംഗിച്ച ഒരു മൈതാനം കൂടിയാണ്. ആ നിലക്കൊക്കെ ചരിത്ര ഇടങ്ങളിലും ഭൂപടത്തിലും ഒക്കെ ഇടം നേടിയ ഒരു ആശ്രാമ മൈതാനിയിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയിക്കുകയാണ്. ശരി, നമ്മൾ ഇപ്പോൾ ഈ സമയം കാത്തിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തത്തിന് വേണ്ടിയാണ്. അത് നമ്മൾ നേരത്തെ ഒരു സൂചന ഞാൻ നൽകി കഴിഞ്ഞു. അതായത് കോഴിക്കോട്ട് നിന്നും സ്വർണ്ണക്കപ്പ് പുറപ്പെട്ടിട്ടുണ്ട്. ഈ രാത്രി ഇന്ന് കലാപ്രേമികൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ആ ഗോൾഡ് കപ്പ് കോഴിക്കോട് നിലവിലെ ജേതാക്കളായ കോഴിക്കോട് ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ വലിയ കാത്തിരിപ്പിലാണ് ആളുകളുള്ളത്. സ്വാഭാവികമായും എല്ലാവരും കാത്തിരിക്കുന്നത് കോഴിക്കോട് തന്നെ ഗോൾഡ് കപ്പ് നിലനിർത്തും, അതോ പുതിയ അവകാശികൾ അതിനുണ്ടാകുമോ എന്നുള്ള ആകാംക്ഷാപൂർണമായ കാത്തിരിപ്പിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അതിൻ്റെ വരവാണ്. അതായത് ട്രോഫിയും കൊണ്ട് നിലവിൽ അത് സംഘാടകർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് ഷംസീർ ഉണ്ട്. ഷംസീർ, എത്ര സമയം കൊണ്ട് ഈ ഗോൾഡ് കപ്പ് ഈ ആശ്രാമ മൈതാനിയിലേക്ക് കയറും? എങ്ങനെയാണ് അതിൻ്റെ ഒരു യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്താണ്? സൈഫു, കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്നലെ രാവിലെ കോഴിക്കോട്ട് നിന്ന്, അതായത് കഴിഞ്ഞ വർഷത്തെ കലോത്സവ വിജയികളായ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തുടങ്ങിയ പ്രയാണം കൊല്ലത്തേക്ക്, ഈ തവണത്തെ ആതിഥേയ ജില്ലയായ കൊല്ലത്തേക്ക് എത്തുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായ ആശ്രാമ മൈതാനത്തേക്ക് അല്പസമയത്തിനകം തന്നെ ഈ ഘോഷയാത്ര എത്തും. മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സ്വർണ്ണക്കപ്പ് ഇങ്ങോട്ട് എത്താൻ പോകുന്നതെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയായിരുന്നു ജേതാക്കൾ. ഇക്കുറി ആരാണ് ഈ സ്വർണ്ണക്കപ്പിൽ മുത്തമിടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൗതുകത്തോടു കൂടി നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന കാര്യം. 117.5 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ സ്വർണ്ണക്കപ്പിന്റെ പ്രയാണമാണ് ഇപ്പോൾ അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ചിന്നക്കടയിൽ അതിന്റെ സ്വീകരണം അല്പസമയം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി ബാലഗോപാലും ഒക്കെ ചേർന്ന് സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ആശ്രാമ മൈതാനത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രാമം മൈതാനിയുടെ മുൻഭാഗത്താണ്. ഇവിടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേറ്റുകൊണ്ടുള്ള വലിയ കമാനം ഇവിടെ കാണാൻ സാധിക്കും. നിരവധി പേർ ഈ സ്വർണ്ണക്കപ്പ് കാണാൻ വേണ്ടി, കാരണം 2008 ശേഷം 15 വർഷത്തിന് ശേഷമാണ് കൊല്ലം ജില്ലയിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം എത്തുന്നത് എന്ന സവിശേഷത കൂടിയുണ്ട്. അങ്ങനെ 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എത്തുന്ന കലോത്സവത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആവേശത്തോടു കൂടി തന്നെയാണ് കൊല്ലം നഗരിയും വരവേൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണമായ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കാൻ വേണ്ടി, അതിനെ എതിരേൽക്കാൻ വേണ്ടി നിരവധി പേർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുമുണ്ട്. ചേച്ചി, സ്വർണ്ണക്കപ്പ് കാണാൻ വേണ്ടി നിൽക്കുകയാണോ? ഗോൾഡ് കപ്പ് കാണാൻ നമ്മൾ. ശരി ഷംസീർ,